നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഇരിട്ടി കരിയാൽ പായം പ്രദേശത്താണുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു പ്രദേശത്ത് കാട്ടാന ഇറങ്ങി വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു പകൽ മുഴുവൻ 2 കാട്ടാനകൾ ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയായിരുന്നു. തികഞ്ഞ ജനവാസ മേഖലയായിട്ടുള്ളൊരു പ്രദേശമാണ്. ഇവിടെയാണ് ഇങ്ങനെയൊരു സംഭവം അരങ്ങേറിയത്. പക്ഷേ നമുക്ക് ഒരു കാട്ടാനയുടെ ഒരു ഒത്തിരി അടുത്തേക്കൊന്നും പോകാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. കാരണം ഇവിടെ നിരോധനാജ്ഞയും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പിന്നെ ആ സ്ഥലങ്ങളൊക്കെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്തേക്കൊന്നും പോകാനായിട്ട് പറ്റിയില്ല. എന്തൊക്കെയാണ് ഒരു 10-15 മണിക്കൂറോളം ഈ ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് ഈ ആന ഒരു ദിവസം മുഴുവൻ ഈ പ്രദേശത്തോടെ ഇങ്ങനെ കറങ്ങി നടന്ന് ഇവിടെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആക്ച്വലി അവിടെ സംഭവിച്ചതെന്നുള്ളതൊക്കെ നമ്മൾ നാട്ടുകാരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഒരു പ്രദേശത്ത് ഇത് ഇരിട്ടി RTOയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഒരു ഗ്രൗണ്ടാണിത്. ഇവിടെ ഈ ഒരു പ്രദേശത്താണ് കാട്ടാന പാഞ്ഞു ഓടുന്ന ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ, ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു. ഇനി കാണാത്തവർക്കായിട്ട് ആ രംഗം ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു രംഗമൊക്കെ നടന്നത് ഈ ഒരു പ്രദേശത്താണ്. നമുക്ക് ഏതായാലും ഇവിടെ ഒന്ന് ചെന്ന് നോക്കാം. ഈ ഒരു ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ഇതിൻ്റെ സമീപ പ്രദേശത്തൊക്കെ ആയിരുന്നു ഇന്നലെ കാട്ടാന തമ്പടിച്ചിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് RTOയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുന്ന ആ ഒരു ഗ്രൗണ്ടാണിത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു കാട്ടാന ഇന്നലെ നിലമുറപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശമൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, വളരെയധികം കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ആനകൾക്ക് ഇതല്ലോ ഈ ഒരു വഴിയൊക്കെ ആന പോയിട്ടുണ്ട്. നമുക്കിതിലെയൊക്കെ പുല്ല് മാറി കിടക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു വിഷ്വലും കൂടെ കാണിച്ചു തരാം. ഈ ഒരു വിഷ്വൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രദേശത്തു നിന്നാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തു നിന്നുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ ഒരു രംഗങ്ങളൊക്കെ കിട്ടിയത്. ടൗണിനോട് ചേർന്ന് നമുക്കിവിടെ ഇവിടെ ഒരു വീട് കാണാം. നമുക്ക് ആ വീട്ടിലുള്ള ആളുകൾ അവിടെ ഒന്ന് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് നോക്കാം. അവർ ചിലപ്പോൾ അവരുടെ ഒരു അനുഭവം അവർ പറയുമായിരിക്കും. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് തങ്കച്ചൻ. ഇവിടെ ഈ തൊട്ടടുത്ത ഗ്രൗണ്ടിന് തൊട്ട് ചേർന്ന വീടല്ലേ ഇത്? അതെ അതെ. ഇന്നലെ പകല് മൊത്തം ആന ഈ ഭാഗത്തായിരുന്നു അല്ലേ? അതെ, ഈ ഭാഗത്തായിരുന്നു. എന്തായിരുന്നു ഇന്നലത്തെ? ഇന്നലെ രാവിലെ ഒരു 7 മണി കഴിഞ്ഞു. ഇവിടുന്ന് വരുമ്പം ചെറുക്കൻ ഇവിടെ ആരോ ഫോൺ വിളിച്ച് പറഞ്ഞു ആന വരുന്നുണ്ടെന്ന്. ആന വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഫോൺ എടുത്തുകൊണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ആന വീടിൻ്റെ മുറ്റത്തെത്തി. ഇവനെ കണ്ടിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ പുറകിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു ടെസ്റ്റ് ഗ്രൗണ്ട് ഉണ്ട് വീടിൻ്റെ പുറകുവശത്തോടെ. ആ ടെസ്റ്റ് ഗ്രൗണ്ടിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്നു. അപ്പോഴത്തേനും പോലീസും പിന്നെ വനം വകുപ്പിൻ്റെ അവരും വന്നു. പിന്നെ ഇവിടെ MLA വന്നു, പഞ്ചായത്തിൻ്റെ ആൾക്കാരും
പിന്നെ ഒരുപാട് പാർട്ടി പ്രവർത്തകരും മറ്റുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്ന് മൊത്തം ഈ ഇതിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന്. കാരണം വെച്ചാൽ ആനേനെ അവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇത്രയും ഈ സ്ഥലത്തായിരുന്നു നിന്നത്. ഒരെണ്ണം പിന്നെ അവിടെ അക്കേഷ്യയിൽ നിന്നു. ഒരെണ്ണം അവിടെ നിന്ന് പടക്കം പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടം തെറ്റി ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വൈകുന്നേരം വരെ എല്ലാവരും പേടിച്ച് തന്നെ നിന്ന്. ഇവിടെ മൊത്തത്തിൽ ബ്ലോക്കാക്കി, റോഡ് ബ്ലോക്കാക്കി, വണ്ടിയും വിടുന്നില്ല. പിന്നെ അവിടെ ഒരുത്തൻ ആൾ പേടിച്ചൊരു ഇവിടുന്ന് മുറിച്ചം കടക്കുമ്പോഴത്തേനും ഒരു സ്കൂട്ടിക്കാരൻ തെട്ടി വീണു, അതിന് പരിക്കൊക്കെ അറിയുന്നില്ലായിരുന്നു. അപ്പോഴത്തേനും വരുമ്പോൾ പിന്നെ ആളെല്ലാം വന്ന് പിന്നെ ആളെയെല്ലാം മാറ്റി. അപ്പോഴത്തേനും പിന്നെ കുറേ പടക്കമെല്ലാം പൊട്ടിച്ചു. വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അല്ല, പിന്നെ വനംവകുപ്പിൻ്റെ അവർ വന്ന് ഇതാക്കിയിട്ട് പിന്നെ അതിലെ കരിയാലിക്കൂടെ ഇറങ്ങി അങ്ങനെ അങ്ങ് പോവുക ചെയ്തത്. 2 ആനയും കൂടെ വന്ന വഴി തന്നെ പോയി തിരിച്ചു പോവുക ചെയ്തത്. ഏതായാലും ജനങ്ങളെല്ലാം വീതിയിലായിരുന്നു. ഇതിലെ കുറച്ചു കൊല്ലം മുമ്പ് താഴെ വരെ വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഇപ്പോൾ ഇതിലെ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആനയൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്ത് തന്നെ പേടിച്ചിട്ട് നിൽക്കാൻ പറ്റിയല്ല. കുറച്ചല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പണിയെടുക്കുന്ന സ്ഥലങ്ങളേ ഉള്ളൂ. പിന്നെ ടാപ്പിങ് കുറവ്, പിന്നെ ഭാഗത്തേക്ക് കുറച്ച് വീട് കുറവൊക്കെയാണ് ഇവിടെ, തോട്ടങ്ങൾ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ താഴത്തേച്ചും കോളനിയും മറ്റുള്ള ഇതൊക്കെയാണല്ലോ. അതിലേക്ക് ആന വന്നത്. അതിൽ വന്നു. പക്ഷേ ജനങ്ങൾക്ക് ഒരു ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം അതുപോലെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇന്നിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതിലെ ആണ് ആന വന്നത്. ഇതിലെ കയറി വന്നിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ വീട്ടിലെ ആ ചേട്ടൻ്റെ മകനെ കണ്ട് ആന നേരെ ഈ സൈഡിൽ കൂടെ പുറവശത്തോട്ട് ഓടി വീടിന് ചുറ്റും കറങ്ങിയാണ് നേരെ ഇപ്പുറത്ത് കാണുന്ന ഈ ഡ്രൈവിംഗ് ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് പോയത്. പോകുന്ന വഴിക്കാണ് ഈ പറയുന്ന സ്കൂട്ടറുകാരൻ്റെ നേരെ ചെന്നതും അയാൾ പേടിച്ച് അങ്ങോട്ട് കയറ്റി ഉരുണ്ട് വീണതൊക്കെ. ഇനി ആ സ്കൂട്ടറുകാരൻ്റെ കുറച്ച് രംഗങ്ങൾ കാണിച്ചു തരാം. അയാളുടെ കൈ മുറിഞ്ഞതും അയാൾ വീണ ആ രംഗങ്ങളും അതുപോലെ തന്നെ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. എങ്ങോട്ട് പോകുന്നായിരുന്നു? നിങ്ങളെ കാലിന് ഇതുണ്ട്. കൈ കാണിച്ചു നോക്കണേടാ, പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന് ഇങ്ങോട്ട് ചുറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളാദ്യം രണ്ട് സ്ഥലത്തേക്കായില്ലേ. ഇനി നോക്കണ്ട. പിന്നെ എന്നാ സംഭവിച്ചോന്ന് 2 വാക്ക് പറയണേ. അതില്ല ആ വണ്ടി അങ്ങോട്ട് ഇവിടെയുണ്ട്. പിന്നെ ഇപ്പുറത്തെ കൈക്കല്ലേ വരുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് കേട്ടിട്ട് ആന എൻ്റെ നേരെ ഓടി വന്നു. ബൈക്കിൻ്റെ നേരെ ഓടി വന്നു. ബൈക്കിന് ചാടിയിട്ട് ഈ ഗ്രൗണ്ടിലേക്ക് ഓടി ചെയ്തു. ഈ ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് ഓടി. ആന എൻ്റെ വേഗത്തിൽ തന്നെ ഓടി വന്നു. തിരിച്ചു വരും. ഞാൻ പിന്നെ തിരിച്ചോടി വീണ്. ഞാൻ വീണതിന് ശേഷം ആന നേരെ അങ്ങ് പോയി. അപ്പോൾ ആന നേരെ അങ്ങ് പോയി. അതുപോലെ ഈ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ ഇതിലിങ്ങനെയാണ് ആന വന്നത്. ഈ ഒരു വഴി കൂടെ ആയിട്ടാണ് വന്നത്. വന്നിട്ടാണ് ഈ വീടിന് പുറകിൽ കൂടെ ഒക്കെ പോയത്. മൊത്തം തോട്ടങ്ങളാട്ടോ, കശുമാൻ തോട്ടങ്ങളാണ്. അതായത് കപ്പലണ്ടി ഒക്കെ ഉണ്ടാകുന്ന കശുമാവിൻ്റെ തോട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയായിരിക്കും ഈ പറമ്പൊക്കെ കിടക്കുക. ഈ കശുമാവ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ എന്തെങ്കിലും ഇത്രയും പോകുന്ന ജീവികളൊക്കെ നിന്നാൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകില്ല. അതാണ് ഈ കശുമാൻ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ കുറച്ച് മുന്നേ ആ ചേട്ടൻ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലും പലരും പറഞ്ഞ പോലെ തന്നെ 2 ആനകളുണ്ടായിരുന്നു. അതിൽ ഒരാന അക്കേഷ്യയുടെ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. 2 ആനകൾ ഈ പ്രദേശത്ത് വന്നിട്ടാണ്. ഇവിടെ നിന്നാണ് പിന്നെ തിരിഞ്ഞു പോയത്. അപ്പോൾ ഏതായാലും ആ ഒരു അക്കേഷ്യയുടെ ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ആ ഒരു അക്കേഷ്യയുടെ കുറച്ച് രംഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഫോറസ്റ്റ് അല്ലാന്ന് ഒരു മനുഷ്യൻ പറയില്ല കേട്ടോ. ഈ കാണുന്നതാണ് ഈ ഒരു അക്കേഷ്യ തോട്ടം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് അക്കേഷ്യകളാണ്. ഇത് ഫോറസ്റ്റ് അല്ലാന്ന് ഒരു മനുഷ്യനും പറയില്ല കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് കേട്ടോ. എത്ര ദൂരേക്ക് നോക്കിയാലും നമുക്ക് ഇത് തന്നെയേ കാണാനുള്ളൂ. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ തന്നെ കാണാം ആന വാഴയൊക്കെ നശിപ്പിച്ച് ഇട്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. കണ്ടോ, ഒക്കെ ആന വലിച്ച് കളഞ്ഞതാണ്. ഇവിടെയൊക്കെ വീടുള്ളതാണ്.
കണ്ടോ. ഇത് നല്ല രസമായിട്ട് ഇവിടെ നിൽക്കാൻ. വേറെ സൗണ്ടൊന്നും കേൾക്കാനില്ലേ. നമ്മൾ കുറച്ച് നേരം അതിൻ്റെ സൗണ്ടൊന്ന് കേട്ടു നോക്ക്. ചേട്ടന ഇവിടെ ഈ ഭാഗത്ത് ആന വന്നെന്ന്? ആ പത്തിൽ ഇവിടെ വന്ന് ഇവിടെ വന്ന് നിന്നിട്ട് വായിൽ വിളിച്ച് വെച്ച് ഈ വഴിയിൽ ഇങ്ങനെ വരും. ഇവിടുന്ന് നേരെ അപ്പുറം കിടക്കുമായിരുന്നു. ഇങ്ങോട്ടാ? ആ അപ്പോൾ അത് മറ്റേ ആന അങ്ങോട്ട് പോയി. ആ അമ്മ കണ്ടു എന്ന് പറഞ്ഞാൽ ഒന്ന് വിട്ടുപോയല്ലോ, കൂട്ടം വിട്ടുപോയല്ലോ. ആ അങ്ങനെ അതങ്ങ് പോയി. അപ്പോൾ ഈ ഒരെണ്ണം ഇവിടെ നിന്ന് ഒരാൾ ഒന്നും ഇവിടുന്ന് തെറ്റിയിട്ടില്ല. ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ നിന്ന്. ഇത് ശരിക്കും അക്കേഷ്യ. ഇത് ആരുടെ? ഇത് ഗവൺമെൻറ്റിൻ്റെ. ഗവൺമെൻറ്റിൻ്റെയാ? ഓ ഗവൺമെൻറ്റിൻ്റെ അല്ലേ? അത് ഫോറസ്റ്റിൻ്റെ ആണോ? ഫോറസ്റ്റില്ല, ഫോറസ്റ്റിൻ്റെ വകയിലാണ് ഇവർ പരിപാടി ഇട്ടിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ വകയിലാണ് കുഴിച്ചിട്ടു. ഫോറസ്റ്റിൻ്റെ വകയാണ് ഇതിവിടെ സ്ഥാപിച്ചത് മരം. പക്ഷെ ഇത് എന്തോരം ഉണ്ട് ഈ സ്ഥലം? ഇത് പിന്നെ ഇത് പുഴ വരെ അങ്ങ് കരയും ഇങ്ങനെ. പുഴ വരെ അല്ലേ? മറ്റേ ആന കൂട്ടം തെറ്റാതെ നിന്ന ആന എവിടെ നിന്ന്? കൂട്ടം തെറ്റാതെ ഇവിടെ തന്നെ റോട്ടിൽ തന്നെ. ആ റോഡിൽ തന്നെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ അപ്പുറം ഇപ്പുറം കളിച്ച് പോകാന്നല്ലാണ്ട് വേറെ എവിടെയും പോയിട്ടില്ലല്ലേ? ഇല്ല. വേറെ എവിടെയും വാഴ കുറേ കളഞ്ഞെന്ന് പറഞ്ഞാൽ എവിടെയാണ്? വാഴ ഇതല്ലേ ഉള്ളൂ. ഇതല്ലാണ്ട് വേറെ ഒരു അപ്പുറം കടന്നു അങ്ങ് പോയില്ല. ഞാൻ ഇവിടുത്തെ വരെ പോകുന്നത്. അതെവിടെയായിട്ടാ? ഞാൻ ഇവിടുത്തെ വരെ പോയിട്ടുള്ളൂ. ഒരു വാഴത്തോട്ടം കളഞ്ഞു. വാഴത്തോട്ടത്തിലെ കുറേ പേപ്പറിൽ കണ്ടു. അതെവിടെയാണെന്ന് അറിയില്ല. അത് അങ്ങ് അപ്പുറമെന്ന് പറഞ്ഞതല്ല. ആന നശിപ്പിച്ചിട്ട വാഴയുടെ ബാക്കി പിണ്ടികളൊക്കെ പശു തിന്നുന്നതിൻ്റെ രംഗാട്ടായി കാണുന്നു. ആന ഇവിടെ നിന്നാലും നമുക്കൊന്നും തെറ്റ് പറയാനില്ല. കാരണം ഇത് സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. അക്കേഷ്യ പ്ലാന്റേഷനാണ്. ഇഷ്ടംപോലെ വവ്വാലുകളൊക്കെ പറന്നു പോകുന്നത് ഞാനിപ്പോൾ ഇവിടുന്ന് കണ്ടിട്ടോ. വവ്വാൽ കൂട്ടങ്ങൾ തന്നെയുണ്ട് ഇവിടെ. അത് ഈ പകൽ സമയത്തൊക്കെ വവ്വാൽ പറക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. രാവിലെ 10 മണിയായിട്ടേ ഉള്ളൂ. ഈ മരത്തിലൊക്കെ ഇഷ്ടംപോലെ വവ്വാലുകളും കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? പക്ഷെ എന്നാലും ഇങ്ങനെ ഇതുപോലെ ഭയങ്കര വനം കേട്ടോ. വനം പോലെ തന്നെ ആയിട്ടുണ്ട്. ഇവിടെ ആനയ്ക്കൊക്കെ സുഖമായിട്ട് ഇല്ലാതൊക്കെ ഇഷ്ടംപോലെ നല്ല തണുപ്പാണ് ഈ ഒരു പ്രദേശത്ത്. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം കറക്റ്റ് കാടിൻ്റെതായ ഒരു തണുപ്പും ഒരു ആംബിയൻസൊക്കെ നന്നായിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ പായമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടിരുന്നു. ആ പ്രദേശത്തേക്ക് ആന വന്നത് പുഴ മുറിച്ച് കിടന്നിട്ടാണെന്ന് അവിടെ കണ്ട ആളുകളൊക്കെ സംസാരിക്കുന്ന നമ്മൾ കേട്ടു. ആ പുഴയ്ക്കക്കരെയുള്ള ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു പറമ്പിലെ കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ രാത്രിക്ക് നശിപ്പിച്ച് ഇവിടെ നിന്നാണ് പിന്നെ ആന ഈ പറയുന്ന പുഴ മുറിച്ച് കിടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയത്. നമ്മളിപ്പോൾ ഇവിടെ എന്താണ് ആന കളഞ്ഞത് എന്നത് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതും തികഞ്ഞ ജനവാസ മേഖലയാണ്. ഞാനിപ്പോൾ വന്നൊക്കെ വീടുകൾ നിരന്ന് നിൽക്കുന്ന ആ പ്രദേശം, വീടുകൾ നിരന്ന് നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഈ ഒരു ഭാഗത്തെ കൃഷിയാണ് കാണുന്നത്. ഇത് രാത്രിക്കാട്ടോ? ഇത് രാത്രിക്കെന്ന് വെച്ചാൽ പൊലച്ചക്ക് നമ്മൾ ആടെ എത്തുമ്പോൾ ഒരു 5 മണിയായി. അതാ ഇത് കഴിഞ്ഞിട്ടായിരിക്കും പുഴ കാണിച്ച് അപ്പുറത്ത് പോയില്ലേ? ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? 2 എണ്ണം. ഇപ്പം ഇവിടെ രാത്രി വന്നതൊക്കെ എല്ലാവരും അറിഞ്ഞായിരുന്നോ? ഓ ഇല്ല, ഇവിടെ പിറ്റേന്നെ അറിയുന്നുള്ളൂ. ഓ നമ്മൾ ആടെ ആണ്. പിന്നെ രാവിലെ തന്നെ നമ്മൾ അടുത്തൊരു പത്രം നടത്തുന്ന ഒരാളുണ്ട്, കൊണ്ടുവരാൻ വരുന്നത്. അയാളാണ് ആദ്യം കാണുന്നല്ലേ? ആ ഒരു 5 മണിക്ക് അന്നെ വീട്ടിൽ വന്ന് വിളിച്ച്. ഇത് ഇവിടെ കുറേ വാഴ പോയിട്ടുണ്ട് അല്ലേ? ആ വാഴ കുറേ പോയിട്ടുണ്ട്. തൊട്ടപ്പുറം ഒരു തെങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? തെങ്ങ് മുഴുവനായിട്ട് കളഞ്ഞേക്കാണ്. അവിടെ ഒരു തെങ്ങ്. ഇതിപ്പോൾ എവിടുന്നാണ് വന്നത്? ഇത് ഇവിടം വരെ ആർലഫാം.
അല്ല ഏത് വഴിക്കാണ് വന്നേ? ഈ പിന്നെ നമ്മൾ ആ പണിയെടുക്കുന്നതിൻ്റെ ഇതിലെ ഇങ്ങനെ ആന വരാറുണ്ടോ? ഇതിന് മുമ്പിൽ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അവർ ഒറ്റയൊന്നും പിന്നെ അതിങ്ങോട്ട് വന്നിട്ടില്ല. അല്ലേ ഇതെങ്ങനെ ഇത് വഴി തെറ്റി വന്നതോ? അവിടെ ആനപ്പിണ്ടൊക്കെ കാണാം കേട്ടോ. സംശയമുള്ളവർക്കായിട്ട് ആനയുടെ ആനപ്പിണ്ടമൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ആരുടെയാണ് പറമ്പ്? ഇത് നാരായണൻ്റെ. കറക്റ്റ് ഒരു ഇച്ചി വാഴ നിന്ന സ്ഥലത്ത് അവിടെ തന്നെ കറക്റ്റ് വന്നല്ലേ? ബാക്കിയെല്ലാം ഇതൊക്കെ എന്താ റബ്ബറാ? അത് നല്ല റബ്ബറാ. അത് മറ്റ് അക്കരയൊന്നും പട്ടണം കൊണ്ട് കിട്ടുന്നില്ല അപ്പോൾ റബ്ബറൊന്നും? അതുണ്ട്. കാട് പിടിച്ചെടുക്കാം അല്ലേ? ഈ ഒരു ബ്ലോക്ക് ഇപ്പോൾ അതിനേ ഉള്ളൂ. ഇതാണ് കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച. അപ്പോൾ നമ്മൾ കണ്ടല്ലോ ചെറിയ രീതിയിൽ ഒരു കൃഷിനാശവും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആന ഈ പറമ്പിൽ കൂടെയൊക്കെയാണ് ഇതിലേക്കൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു വാഴത്തോട്ടത്തിലേക്കൊക്കെ വന്നത്. ഇവിടുന്ന് നേരെ പുഴ മുറിച്ച് കിടന്നാണ് അപ്പുറം പായം കരിയാൽ ഭാഗത്തേക്കൊക്കെ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു മാപ്പ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് പായമുക്ക് എന്ന് പറയുന്ന സ്ഥലം. അതേപോലെ ഇപ്പോൾ കാണുന്നതാണ് പായം. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് കരിയാൽ എന്ന് പറയുന്ന സ്ഥലം. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാട്ടോ. ഇത് പായമുക്കല്ലേ? അപ്പോൾ ഇവിടുന്ന് പുഴ കടന്നിട്ടാണ് അപ്പുറത്തേക്ക് ആന പോയത്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയ ആ ഒരു പ്രദേശവും നമ്മൾ കണ്ടു. അവിടെ ആന 2 ആനകൾ ഒരു ദിവസം മുഴുവൻ തമ്പടിച്ച് വന്നു. അതിൽ ഒരാന നമ്മളിപ്പോൾ കണ്ട ആ ഒരു അക്കേഷ്യ മരത്തിൻ്റെ ആ ഒരു പ്രദേശത്തായിരുന്നു നിന്നിരുന്നത്. ഒരെണ്ണം കൂട്ടം തെറ്റി നേരെ പോയത് നമ്മൾ കണ്ട ആ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ആ ഒരു ഗ്രൗണ്ടിലേക്ക് അതിൻ്റെ സമീപത്തുള്ള ആ റബ്ബർ തോട്ടത്തിലൊക്കെ ആയിട്ടായിരുന്നു ആന നിന്നിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 10-15 മണിക്കൂർ ഈ നാട്ടുകാരെയും ഫോറസ്റ്റുകാരെയൊക്കെ മുഴുവനും നിർത്തിക്കൊണ്ടായിരുന്നു ആനകളുടെ ഒരു പ്രകടനം. ഈ ഒരു പ്രദേശത്തേക്കൊക്കെ ആനകൾ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങ് പുഴ സൈഡിലൊക്കെ ആന വരുമെന്ന് പറഞ്ഞാലും ഇത്ര ഉള്ളിലേക്കൊക്കെ കയറി വരുന്നത് ആദ്യമായിട്ടാണ്. ഏതായാലും ഒരു ദിവസം മുഴുവൻ ഈ പ്രദേശ സ്കൂളുകൾക്കൊക്കെ അവധിയും കൊടുത്ത് മൊത്തം റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി ഈ ഒരു കാര്യം. ഈ ഒരു സംഭവം കൊണ്ട് തീരട്ടെ എന്ന് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കട്ടെ. കാട്ടാനകൾ ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത്. ആനയ്ക്കറിയത്തില്ല ഇത് നാടാണോ കാടാണെന്നൊന്നും. അതിന് ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തേക്ക് അത് നോക്കി അത് തേടി പോവും. അപ്പോൾ അതിനെ കൃത്യമായി തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അധികാരികളുടെ ഉത്തരവാദിത്വം. അപ്പോൾ എത്രയും പെട്ടെന്ന് അതുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.